അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹനീയ തിരുനാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2011 എൻ്റെ ഓർമ്മ. ഞാനൊരു വീട് വാങ്ങിക്കാൻ തീരുമാനിച്ചു. വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. സ്വന്തമായൊരു വീട് എനിക്കെന്നില്ല. ഞാനൊരു വീട് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീട് കണ്ടെത്തി. അത്ര വലിയ വിലയൊന്നുമില്ല, ഒരു അതിൽ താഴ്ന്ന വിലയിലാണ് കിട്ടിയത്. പള്ളിയോട് അടുത്താണ്, നേരെ നോക്കിയാൽ കാണുന്നത് പള്ളിയാണ്. ഒരു 200 മീറ്റർ ദൂരത്തിൽ പള്ളിയുണ്ട്. ബസ് സ്റ്റോപ്പ് ഒരു 300 മീറ്റർ ദൂരത്തിലുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും പള്ളിയിൽ പോകാനും സൺഡേ സ്കൂളിൽ പോകാനും ഒന്നും യാതൊരു തടസ്സവുമില്ല. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ കടയെടുത്തുണ്ട്. വീട് ഒന്ന് നന്നാക്കി എടുത്താൽ എനിക്ക് താമസിക്കാൻ കഴിയും. ഇതായിരുന്നു എൻ്റെ കണക്കൂട്ടൽ. പക്ഷെ ഒരു പ്രതിസന്ധിയുണ്ട്, അങ്ങോട്ട് വഴിയില്ല. ഒരു 3 അടി വഴിയാണുള്ളത്. അതിലൂടെ കാറൊന്നും പോകില്ല, ഒരു ബൈക്ക് മാത്രം കഷ്ടിപ്പോകും. എനിക്ക് കാറില്ല, എന്ന് കാറ് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഭാവിയിൽ വന്നാലോ. അപ്പോൾ ഇത് സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞു, വെച്ചാൽ പേടിക്കൊന്നും വേണ്ട, സാറിനോട് ചോദിച്ചാൽ സാർ തരും. എൻ്റെയും സാറിൻ്റെയും വഴികൾക്കിടയിൽ ഒരു കയ്യാലയുണ്ട്. അതങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും 16 അടി വീതിയിൽ വഴി കിട്ടും. അദ്ദേഹത്തിൻ്റെ അംബാസഡർ കാർ അവിടെ ഇട്ട് തിരിച്ച് അദ്ദേഹത്തിന് കൊണ്ടുപോകാം, എനിക്കും കൊണ്ടുവരാം, യാതൊരു നഷ്ടവുമില്ല. അദ്ദേഹത്തിന് ഒരു 6 അടി വീതി വഴി കൂട്ടിക്കിട്ടും, 5 അടിയെങ്കിലും കൂട്ടിക്കിട്ടും. എനിക്ക് 10-15 അടിയെങ്കിലും വഴി കൂട്ടിക്കിട്ടും, 13 അടിയെങ്കിലും വഴി കൂട്ടിക്കിട്ടും. ഇതാണ് അവസ്ഥ. അപ്പം പലരും, വികാരി അച്ഛൻ ഉൾപ്പെടെ പലരും ഇങ്ങനെ പറഞ്ഞപ്പോൾ വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹത്തെ കാണാനോ ചോദിക്കാനോ പോയില്ല. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞു, എല്ലാ തിരക്കുകളും കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ഞാനൊരു വീട്ടിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാതെ 1 മണിക്കൂർ എന്നോട് കയർത്ത് സംസാരിച്ച ഒരേ ഒരു മനുഷ്യനതാണ്. എനിക്ക് ഭയങ്കര പ്രയാസമായി. പുള്ളി വഴി തരില്ല എന്ന് തീർത്തു പറഞ്ഞു. വളരെ കർക്കശമായ ഭാഷയിലാണ് എന്നോട് സംസാരിച്ചത്. അവസാനം ഞാൻ ചോദിച്ചു, സാറേ വേണ്ട, വഴി തരില്ലെങ്കിൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, സാർ എനിക്ക് വഴിയൊന്നും സ്ഥലമൊന്നും തരണ്ട, സ്ഥലത്തിൻ്റെ മുഴുവൻ വിലയും ഞാൻ തരാം. ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അതിലൂടെ യാത്ര ചെയ്യാനുള്ള അനുവാദം തന്നാൽ മതി. കയ്യാൽ വിളിക്കുന്നവർ എന്നിട്ട് പറയാലോ എന്ന് ഞാൻ തീരുമാനിച്ചു. അത് മാത്രം തന്നാൽ മതി. അത്രയും പറഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ എന്നോട് ഇത്രയും കർക്കശമായ കഠിനമായ ഭാഷയിൽ സംസാരിച്ചത്. പിന്നീട് ഞാൻ അറിഞ്ഞു, വേറൊരാൾ ചെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുത്താണ്. കാരണം അതിനുമുമ്പ് എല്ലാവരും പറഞ്ഞത്, സാറ് വളരെ നല്ല മനുഷ്യനാണ്, അച്ഛൻ പണമൊന്നും കൊടുക്കേണ്ടി വരില്ല, അദ്ദേഹത്തോട് ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് ലാഭമാണല്ലോ. പക്ഷെ വന്നുകൂടിയപ്പോൾ എന്നെ 1 മണിക്കൂർ വളരെ കർക്കശമായ ഭാഷയിൽ, അപമാനിക്കുന്ന ഭാഷയിൽ സംസാരിച്ച് അദ്ദേഹം എന്നെ ഇറക്കി വിട്ടു. അന്നേരം ഞാൻ ചോദിച്ചത്, ശരി, സ്ഥലം വേണ്ട, ആ വീട് അല്പം ഒന്ന് നന്നാക്കണം, കുറച്ച് സാധനങ്ങൾ സിമെൻറ്റും കമ്പിയും മെറ്റലൊക്കെ കൊണ്ടുപോകണം, അതിനെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ സാറിൻ്റെ വഴി ഒന്ന് ചോദിച്ചിട്ട് എല്ലാവരും കാണിക്കും. അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കുറവ് ഗവനിക്കാതെ ഞാൻ പോന്നു. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിണക്കാതിരിക്കണം. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ വീട്, ആ വഴി ഗേറ്റ് വെച്ച് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, എന്നെ ഉപദ്രവിക്കും എന്നുള്ള ഉറപ്പുള്ള നിശ്ചയത്തിലാണ് ആ മനുഷ്യൻ. ഞാൻ പിന്നെ ആരോടും പരാതിയൊന്നും പറയാൻ പോയില്ല. ചിലരൊക്കെ എനിക്ക് വേണ്ടി അദ്ദേഹത്തോട് സംസാരിച്ചു. വലിയ ഇളവൊന്നും കിട്ടിയില്ല. ദൈവത്തോട് പോലും ഇത് സംസാരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഇത് പ്രാർത്ഥനയിലൊരു വിഷയമായിട്ട് പോലും ഞാൻ വെച്ചുമില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ ഫെബ്രുവരി മാസമായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ സ്ഥലത്ത് താമസിക്കൽ എളുപ്പമല്ല. ഫെബ്രുവരി മാസത്തിലെ കിണറിലെ വെള്ളം വറ്റും. പിന്നെ പൊതു ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ആവശ്യങ്ങൾ നടത്താൻ. അതിരാവിലെയാണ് വെള്ളം വരുന്നത്. ഞാൻ പൊതുട്ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ നിറച്ചിട്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ചെറുതാണ്.
അത്രയും ദൂരയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ടാങ്ക് നിറയ്ക്കാനുള്ള ആരോഗ്യമൊന്നും എൻ്റെ ഭാര്യയ്ക്കുമില്ല. ജൂൺ മാസമായപ്പോൾ വേറൊരു കാര്യം കൂടി മനസ്സിലായി. സമീപത്ത് താമസിക്കുന്നത് മുഴുവൻ സമയവും ചീട്ട് കളിച്ച് കിടക്കുന്ന, അതില്ലാത്തപ്പോൾ മദ്യപിച്ച് സമയം പോക്കുന്ന ആളുകളാണ്. എനിക്ക് പലപ്പോഴും ദൂരയാത്രയൊക്കെ പോകേണ്ടി വരാറുണ്ട്. ഇതുപോലത്തെ ഒരു ദേശത്ത് വെള്ളവുമില്ല, സമീപവാസികളും ചേരുന്നവരില്ലാത്തൊരു ദേശത്ത് എങ്ങനെ വസിക്കും? എനിക്കുറപ്പായി എനിക്ക് വസിക്കാൻ പറ്റിയൊരു ദേശമല്ല അത്. ഞാൻ ആ വീട്ടിൽ താമസിക്കാനുള്ള സകല പദ്ധതി ഉപേക്ഷിച്ചു. 2 വർഷം കൂടെ ഞാൻ കാത്തിരുന്നു. നല്ലൊരു ഭവനം എനിക്ക് ദൈവം തന്നു. മനോഹരമായ ഒരു പുതിയ ഭവനിക്കൊന്ന്, നല്ല വഴിയുള്ള, വെള്ളമുള്ള, വെളിച്ചമുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള, അത്ര വലുതൊന്നുമല്ലെങ്കിലും നല്ലതായൊരു ഭവനം എനിക്ക് തന്നു. എന്നെ കുറേയേറെ ചിന്തിപ്പിച്ച ഒരനുഭവമായിരുന്നു അത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, ഓരോരുത്തരും, പല ആളുകളും അനുഗ്രഹം അന്വേഷിച്ച് പോവുകയാണ്. അവിടെ പോയാൽ നല്ലതാണ്, ഈ സ്ഥലത്ത് പോയാൽ നല്ലതാണ്, ഈ ദൈവാലയത്തിൽ അനുഗ്രഹം കൂടുതലുണ്ട്, ആ സ്ഥലത്ത് പ്രത്യക്ഷത കൂടുതലുണ്ട്, ഈ ധ്യാന കേന്ദ്രത്തിൽ എന്തു പ്രാർത്ഥിച്ചാലും നടക്കും. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നമ്മൾ ചോദിക്കുന്നതൊക്കെ നൽകുന്ന ദൈവമാണോ നല്ലത്? ഒരു കുഞ്ഞിൻ്റെ കാര്യമെടുക്കുക. കുഞ്ഞ് ചോദിക്കുന്നതെല്ലാം അമ്മ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ മനോഹരമായി നിറം കണ്ട് കുറച്ച് മുളക് പൊടി കുഞ്ഞ് കളിക്കാൻ ചോദിച്ചാൽ അമ്മ കൊടുക്കില്ല. കുഞ്ഞ് ചിലപ്പോൾ വല്ലാതെ കരയും. ചിലപ്പോൾ അമ്മ ഒരു കുഞ്ഞടി കൊടുത്തു എന്ന് വരും, പക്ഷെ അമ്മ കൊടുക്കില്ല. ബ്ലേഡ് എടുത്ത് കളിക്കണമെന്ന് കുഞ്ഞ് പറഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല. അതൊക്കെ കുഞ്ഞിന് അപകടകരമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കുഞ്ഞിനേക്കാൾ എത്രയോ താഴെയാണ് നമ്മൾ. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്കറിയില്ല. അടുത്ത ദിവസങ്ങളിലോ മാസങ്ങളിലോ വർഷങ്ങളിലോ എന്താണ് ദൈവം കരുതിയിരിക്കുന്നത് നമുക്കറിയില്ല. ആ സമയത്ത് ദൈവത്തിന് മുമ്പിൽ വാശി പിടിച്ച് ചിലരൊക്കെ പറയാറുണ്ട്, ശക്തിയോടെ പ്രാർത്ഥിക്കുന്നു, കഠിനമായി പ്രാർത്ഥിക്കുന്നു. എന്താണതിൻ്റെ ആവശ്യം? എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ ആവശ്യങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞിട്ടല്ല എന്നെ സൃഷ്ടിച്ചത്, ഞാൻ പറഞ്ഞിട്ടല്ല എൻ്റെ ആയുസ്സും ആരോഗ്യവും തന്നത്, ഞാൻ പറഞ്ഞിട്ടല്ല മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ തന്നത്, ഞാൻ പറഞ്ഞിട്ടല്ല ജീവിക്കാനുള്ള യാതൊന്നും എനിക്ക് തന്നത്. പിന്നെ എന്താ നമ്മൾ ചോദിക്കുന്നത്? വളരെ നിസ്സാരമായ ഒരു കാര്യം. ഒരുപക്ഷെ പരീക്ഷയിൽ പാസ്സാകണം, റാങ്ക് കിട്ടണം, ഒരുപക്ഷെ ജോലി കിട്ടണം, ഒരു വീട് പണി, ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ കാര്യങ്ങൾ നമ്മൾ അറിയാതെ ദൈവം തന്നിരിക്കുന്നു. അത്ര സ്നേഹത്തോടെ ദൈവം നമ്മെ കൈകളിൽ എടുത്ത് കരുതുമ്പോൾ, കൈകളിൽ വഹിക്കുമ്പോൾ, നമ്മൾ പലരും ചെയ്യുന്നത് ദൈവം ചോദിക്കുന്നതെല്ലാം തരുന്ന ആ സ്ഥലങ്ങൾ അന്വേഷിച്ചാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ചോദിക്കുന്നതെല്ലാം തരുന്ന ദൈവം നല്ല ദൈവം എന്നുള്ളത് വളരെ കഠിനമായൊരു തെറ്റാണ്. എന്താണ് സത്യമായ വിശ്വാസം? ദൈവം എനിക്ക് എന്ത് തരുന്നുവോ അതാണ് എൻ്റെ നന്മ. ഞാൻ വാശി പിടിച്ച് ബഹളം വെച്ച് ദൈവത്തിന് മുമ്പിൽ നിർബന്ധിച്ച് ഒരുപക്ഷെ ഞാനത് പിടിച്ചു വാങ്ങിയിരുന്നെങ്കിൽ, ആ വീട് ഞാൻ ദൈവത്തോട് പിടിച്ചു വാങ്ങിയിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ഒരുപക്ഷെ ദുരന്തമായി മാറിയേനെ, ഉറപ്പായിട്ടും ദുരന്തമായി മാറിയേനെ. പക്ഷേ ഞാൻ പിടിച്ചു വാങ്ങിയില്ല, ദൈവത്തോട് ചോദിക്കാൻ പോലും മെനക്കെട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വീട് ദൈവം എനിക്ക് അനുഗ്രഹമായി തന്നു. അതെ, ഞാൻ പറയട്ടെ, ചോദിക്കുന്നതെല്ലാം തരുന്ന ദൈവമല്ല നല്ലത്. ദൈവം നമുക്കെന്ത് തരുന്നുവോ അതാണ് നല്ലത്. അത് സ്വീകരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തുതി.